السلام عليكم ورحمة الله وبركاته. الحمد لله الذي أسكن عباده هذه الدار وجعلها لهم منزلة سفر من الأسفار، وجعل الآخرة هي دار القرار، وأشهد أن لا إله إلا الله وحده لا شريك له الواحد القهار، وأشهد أن محمدًا عبده ورسوله النبي المختار. اللهم صل وسلم وبارك عليه وعلى آله وأصحابه الأخيار. أما بعد، فأولاً أشكر الله سبحانه وتعالى للتوفيق لحضور هذه الجلسة المباركة التي نظمتها مركز الشيخ عبد الله بن زيد آل محمود الثقافي الإسلامي التابع بوزارة الأوقاف والشؤون الإسلامية بدولة قطر. أتقدم الشكر لأعضاء هذا المركز والموظفين، خاصة للشيخ أحمد عبد الرحيم الطحان حفظه الله رئيس شعبة الثقافة الإسلامية. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരള ഇസ്ലാമിക് കോൺഫറൻസ് എന്ന പ്രത്യേകമായ ഒരു ടൈറ്റിലോടുകൂടി തന്നെ ഖത്തറിലെ മതകാര്യ വകുപ്പ് മലയാളികൾക്കായി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രോഗ്രാം ഇന്നലെ പ്രൊഫഷണലുകളായ ഒരുപാട് ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു സംസാരം നടന്നതിൻ്റെ ശേഷം ഇന്നും അതേപോലെ തന്നെ നാളെയുമായി വ്യത്യസ്തമായ രണ്ട് വിഷയങ്ങളാണ് നമുക്ക് സംസാരിക്കുവാനുള്ളത്. മതകാര്യ വകുപ്പിൻ്റെ ക്ഷണിക്കപ്പെട്ട പ്രത്യേക അതിഥിയായി ഖത്തറിൽ എത്തുവാൻ സാധിച്ചു എന്നുള്ളത് അള്ളാഹു ചെയ്തു തന്ന ഒരു വലിയ അനുഗ്രഹമായി കാണുകയാണ്. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ. സഹോദരങ്ങളെ, ജീവിതം അടയാളപ്പെടുത്തുക നാളേക്ക് വേണ്ടി എന്നുള്ളതാണ് നമുക്ക് ഇന്ന് സംസാരിക്കുവാനുള്ളത്. നാളെ നമ്മുടെ വിഷയം നമ്മുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടേറെ വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വിഷയങ്ങൾ 2 ദിവസത്തേക്ക് വേണ്ടി ഒന്ന് മറ്റൊന്നിൻ്റെ തുടർച്ചയായി ക്രമീകരിച്ചിരിക്കുന്നതിനാൽ ഇന്ന് പറഞ്ഞ വിഷയങ്ങളുടെ തുടർച്ചയും ബാക്കിയുമായിരിക്കും ഇൻഷാ അല്ലാഹ് നാളത്തെ നമ്മുടെ സംസാരത്തിൽ ഉണ്ടാവുക. റഹ്മാനായ റബ്ബ് പറയുവാനും കേൾക്കുവാനുമൊക്കെ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജനിച്ചു വീണപ്പോൾ നമ്മോട് ഒരാളോടും ഒരഭിപ്രായവും ചോദിച്ചിട്ടില്ല. നീ ഏത് നാട്ടിലാണ് ജനിക്കാൻ ആഗ്രഹിക്കുന്നത്? നിന്റെ രൂപം എന്തായിരിക്കണം? നിന്റെ കളർ എന്തായിരിക്കണം? എന്നൊന്നും നമ്മളോട് ആരോടും ഒരു മുശാവറയും കൂടാതെയാണ് നാം എല്ലാം വ്യത്യസ്തരായ മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ നിന്ന് ഈ ഭൂമിയിൽ ജനിച്ചു വീണത്. ഇനി അതേപോലെ തന്നെയായിരിക്കും നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതും. നമ്മളോട് ആരോടും ഒരു മുശാവറയും നടക്കില്ല. എവിടെ വെച്ച് മരിക്കാനാണ് നീ ആഗ്രഹിക്കുന്നത്? എങ്ങനെ മരിക്കാനാണ് നീ ആഗ്രഹിക്കുന്നത്?
എവിടെ നിന്റെ ഖബറൊരുങ്ങണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ചോദിക്കില്ല. അങ്ങനെ ഒരു അഭിപ്രായവും തേടുകയില്ല. തികച്ചും നമ്മെ സൃഷ്ടിച്ച റഹ്മാനായ റബ്ബ്, അവൻ്റെ ഇഷ്ടം, അവൻ്റെ ഉദ്ദേശം, അവൻ്റെ തീരുമാനം, അതിനനുസൃതമായി മാത്രം ഏതോ ഒരു സ്ഥലത്ത് നമ്മൾ ജനിച്ചു. ഇനി അള്ളാഹു നിശ്ചയിക്കുന്ന ഒരു തീരുമാനമെത്തുമ്പോൾ നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറയുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ലോകത്തേക്കുള്ള വരവിലും ഇനി ഈ ലോകത്ത് നിന്ന് നമ്മൾ തിരിച്ചു പോകുന്നത് വരേക്കുള്ള നമ്മുടെ ആ ജീവിതത്തിൽ, നമ്മുടെ മരണം സംഭവിക്കുന്ന കാര്യത്തിലും നമ്മുടെ ഇഷ്ടത്തിനോ അനിഷ്ടത്തിനോ യാതൊരു പങ്കുമില്ലാത്ത വിധത്തിൽ ഏകനായ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം മാത്രമാണ്, തീരുമാനം മാത്രമാണ്, ഉദ്ദേശം മാത്രമാണ് നടന്നതെങ്കിൽ ഈ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടക്കുള്ള കാലമാണ് നമ്മൾ ഇപ്പോൾ നയിച്ചു കൊണ്ടിരിക്കുന്ന ദുന്യാവിലെ ജീവിതം. ആ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് പ്രവർത്തിക്കണം, എന്ത് പ്രവർത്തിക്കരുത്, അതൊക്കെ എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ തീരുമാനിക്കുക. അതിൽ മറ്റാരും കൈയിടേണ്ടതില്ല, ഇടപെടേണ്ടതില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം നമ്മുടെ തുടക്കത്തിൽ നമ്മുടെ ഇഷ്ടം നോക്കിയിട്ടില്ല. ഇനി നമ്മുടെ മരണതേരത്തും ആ ഇഷ്ടം നോക്കൂല. എങ്കിൽ അത് രണ്ടിൻ്റെയും ഇടക്കുള്ള ദുന്യാവിൽ ജനനവും മരണവും നിശ്ചയിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ നമ്മൾ ഈ ലോകത്ത് ജീവിതം നയിക്കാവൂ. ഇതാണ് എനിക്ക് ആദ്യമായി എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളത്. അതുകൊണ്ട് ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്ന നമ്മുടെ ജനന മരണങ്ങൾക്കിടയിലുള്ള ഈ കാലഘട്ടം, അത് നമുക്കിവിടെ ലഭിക്കുന്നത് വളരെ ചുരുങ്ങിയ ഒരളവിൽ മാത്രമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സഹാബിയായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചുമലിൽ ഇങ്ങനെ കൈവച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ചുമലിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു, കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബ് ഔ അബിറു സബീൽ. അബ്ദുല്ലാ, നീ ഈ ദുന്യാവിൽ എങ്ങനെയായിത്തീരണം? കഅന്നക ഗരീബ്, നീ ഒരു പ്രവാസിയെ പോലെയാകണം, ഒരു വിദേശിയെ പോലെയാണ് നീ ദുന്യാവിൽ തന്നെയും ജീവിക്കേണ്ടത്. ഔ ആബിറു സബീലിൻ, അല്ലെങ്കിൽ ഒരു വിദേശിയായ മനുഷ്യൻ, ഒരു പ്രവാസിക്ക് കുറച്ചൊക്കെ ആ വന്ന നാട്ടിൽ താമസകാലമുണ്ടാകും, ജോലിയുണ്ടാകും, പല പ്രവർത്തനങ്ങളുമുണ്ടാകും. അത്ര പോലും കാലം കിട്ടാത്തവരാണ് ട്രാൻസിറ്റിലൂടെ, ഒരു എയർപോർട്ടിലൂടെ, ഒരു സ്ഥലത്തിലൂടെ ഏതാനും മണിക്കൂറുകൾ മാത്രം യാത്ര ചെയ്ത് കടന്നു പോകുന്ന വഴിയാത്രക്കാരൻ. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ മാത്രമേ നീ ദുന്യാവിൽ ജീവിക്കാവൂ. ഇത് ഈ ദുന്യാവിൻ്റെ എത്രത്തോളം നമുക്ക് നിസ്സാരമാണ് ഇവിടെ കിട്ടുന്ന ജീവിതം എന്ന് ഓരോ സ്ത്രീ പുരുഷനെയും ബോധ്യപ്പെടുത്തുന്ന വർത്തമാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് കേട്ടപ്പോൾ അബ്ദുള്ള റളിയല്ലാഹു അൻഹു അത് ശരിക്കും ഉൾക്കൊണ്ടു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ആ ഒരു ഉപദേശം കേട്ടതിൻ്റെ ശേഷം പലപ്പോഴും മഹാനവറുകൾ സ്വന്തത്തോട് പറയും, ആളുകളോടൊക്കെ പറയും, ഇദാ അസ്ബഹത, നീ പ്രഭാതത്തിലായി കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ഉറക്കിൽ നിന്ന് ഉണർന്ന് രാവിലെയായി കഴിഞ്ഞാൽ, നീ ഒരിക്കലും ഫലാ തൻതളിരിൽ മസാ, വൈകുന്നേരം എനിക്ക് വരാനുണ്ട് എന്ന് നീ പ്രതീക്ഷിക്കരുത്. അത് വരും എന്ന് ഉറപ്പൊന്നുമില്ല. അതേപോലെ തന്നെ വൈദാം സൈത, നീ പകൽ സമയത്ത് നിന്റെ വൈകുന്നേരത്തിലായി കഴിഞ്ഞാൽ ഫലാ തൻതളിരിസ് സബാഹ്, നീ പ്രഭാതത്തെയും പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റൂല.
കാരണം പ്രഭാതത്തിലാകുന്ന മനുഷ്യന് ഞാൻ വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാകുമെന്നെന്ത് ഉറപ്പാവുള്ളത്? അല്ലെങ്കിൽ വൈകുന്നേരത്തുള്ള ഒരു മനുഷ്യന് രാത്രിയിലുണ്ട്, ഇനി നേരം പുലരുവോളം ഇവിടെ ഉണ്ട് എന്നെന്തുറപ്പാണുള്ളത്? അത്രത്തോളം നമ്മുടെ ജീവിതത്തിന് ഗ്യാരണ്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയം ഉൾക്കൊണ്ട മഹാനവറുകൾ വീണ്ടും തുടരുകയാണ്. വഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക, ആരോഗ്യമുള്ള കാലത്ത് ആണാവട്ടെ പെണ്ണാവട്ടെ നന്നായി അധ്വാനിച്ചോളണം, ആ ആരോഗ്യത്തെ നന്നായി ചൂഷണം ചെയ്യണം. ലിമറദിക, രോഗാവസ്ഥ വരാനുണ്ട്. വിചാരിക്കുന്നിടത്ത്, മനസ്സ് വിചാരിക്കുന്നിടത്തേക്ക് ശരീരമെത്താത്തൊരു കാലം വരുന്നുണ്ട്. അത് പ്രായം കൊണ്ടുമാകാം, രോഗം കൊണ്ടുമാകാം. അതുകൊണ്ട് തന്നെ കിട്ടുന്ന വേള ശരിക്കും ഉപയോഗപ്പെടുത്തിക്കോ. വമിൻ ഹയാതിക ലിമൗതിക, ജീവിതം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ കാലമേ സുഹൃത്തേ ലഭിക്കുന്നുള്ളൂ. ആ കാലം ശരിക്കു പ്രയോജനപ്പെടുത്തിക്കോ. മരിക്കുന്നതിൻ്റെ മുമ്പ്, മരണം എപ്പോഴാണ് വരിക എന്നറിയില്ല, ഏത് സമയത്തും സംഭവിക്കാമെന്നാണ് മഹാനവറുകൾ തന്നെ പഠിപ്പിക്കുന്നത്. രാവിലെയായാൽ വൈകുന്നേരമായാൽ നീ രാവിലെയെ കാത്തു നിൽക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ മഅന എന്താണ്? പ്രഭാതത്തിലായാൽ പ്രദോഷത്തെ പ്രതീക്ഷിക്കരുത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ രാവിലെയാകുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ചില അമലുകളുണ്ട്. എനിക്കെൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന സൽക്കർമ്മങ്ങൾക്കുള്ള കുറേ അവസരങ്ങളുണ്ട്. അതൊരിക്കലും ഞാൻ വൈകുന്നേരത്ത് ചെയ്യാം, അതല്ലെങ്കിൽ രാത്രിയിൽ എനിക്ക് ചെയ്യാൻ കിട്ടുന്ന പല അവസരങ്ങളുമുണ്ട്. ആ സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാതെ നാളെയാവട്ടെ എന്ന നിലയ്ക്ക് രാവിലേക്ക് നീ നീട്ടിവെക്കല്ലേ. കാരണം മനുഷ്യ, നിനക്ക് എന്തുറപ്പാണുള്ളത്? എത്രയെത്ര ആളുകളാണ് ഈ ലോകത്ത് നിന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്നു. പ്രായഭേദമില്ല, ലിംഗവ്യത്യാസമില്ല, രോഗിയായി കൊള്ളണമെന്നില്ല. അരോഗ ദൃഢഗാത്രരായ എത്രയോ ആളുകളാണ് പെട്ടെന്ന് മരണത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് കിട്ടുന്ന അവസരം ഏതാണോ, പ്രവാസികളെപ്പോലെ എന്നാണ് പറയുന്നത്. ഓ സഹോദരന്മാരെ, നമ്മൾ ഖത്തറിൽ നമ്മൾ പ്രവാസികളാണ്. പ്രവാസ ജീവിതം നയിക്കുന്ന നമുക്കറിയാം, നമുക്ക് എല്ലാം ഇവിടെയല്ല. ഇവിടെ നിന്ന് കുറച്ചൊക്കെ അധ്വാനിച്ച് നാട് പിടിക്കണം, നാട്ടിൽ കുടുംബത്തോടൊത്ത് കഴിയണം. ഒരു പുരയുടെ പണി നടക്കുന്നുണ്ട്, ബന്ധപ്പെട്ടവരുടെ ചില കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ട്, തിരിച്ചു പോകണം. അതുകൊണ്ട് ഇവിടെ എനിക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല. പോയിട്ടെനിക്ക് ജീവിക്കാനുള്ളത് എൻ്റെ നാട്ടിലാണ്. ആ പ്രതീക്ഷ ഒരു പ്രവാസിക്കുണ്ട്. ഒരു വഴിയാത്രക്കാരന് അത്ര പോലും പ്രതീക്ഷയില്ല. നമ്മളൊരു സ്ഥലത്ത് ഇറങ്ങി, ഖത്തറിൽ ഇറങ്ങിയിട്ട് ദുബായിലേക്കോ മറ്റേതെങ്കിലും രാജ്യത്തിലേക്കോ മറ്റൊരു പ്ലെയിനിലേക്ക് മാറിക്കയറാൻ വേണ്ടി ഈ എയർപോർട്ടിലൂടെ ഒരു ട്രാൻസിറ്റർ മാത്രമായി കടന്നു പോകുന്നവൻ, ഇത്ര മാത്രമേ നമുക്ക് ദുന്യാവുമായി ബന്ധം പാടുള്ളൂ എന്ന്, അത്രമാത്രം നിസ്സാരമാണ് ഈ ദുന്യാവെന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്, എനിക്കെന്തവസരം കിട്ടുന്നുവോ അത് ഞാൻ ഉടനെ ചെയ്തോളണം. അതാണ് പരലോകത്തേക്കുള്ള ഒരുക്കം. തസവ്വദ് മിനത് തഖ്വാ ഫഇന്നക ലാ തദ്രീ ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. ദുനിയാവിൽ നീ ജീവിക്കുന്ന സമയത്ത് എത്ര സമയമാണോ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത്, ആ സമയം ശരിക്കും നീ ഉപയോഗപ്പെടുത്തിക്കോ. അത് ആണായാലും പെണ്ണായാലും കിട്ടുന്ന സമയം ശരിക്കും മുതലാക്കിക്കോ. മുതലാക്കേണ്ടത് നീ തഖ്വയാണ്, ഈമാനികമായ ദാർഢ്യതയാണ്. സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് നീ തഖ്വ നിന്റെ ജീവിതത്തിലേക്ക് ധാരാളമായി നീ ഒരുക്കിക്കോ. കാരണം ഫഇന്നക ലാ തദ്രീ, ഓ മനുഷ്യ, നിനക്ക് അറിയില്ലല്ലോ. ഇദാ ജന്ന ലൈലുൻ, നീ രാത്രിയിൽ, ഇതാ നമ്മളിപ്പോൾ രാത്രിയിലാണ്, പക്ഷേ ഹൽ തഈശു ഇലൽ ഫജ്രി, പ്രഭാതം വരെ നമ്മളിവിടെ ഉണ്ടാകുമെന്നെന്തുറപ്പാണുള്ളത്? എന്തുറപ്പാണുള്ളത്? വകം മിൻ ഫതാ യുംസി വയുസ്ബിഹു ആമിനാ വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രീ. എത്രയെത്ര ചെറുപ്പക്കാരാണ്
പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ അവനവൻ്റെ വീട്ടിലും ജോലിസ്ഥലത്തുമൊക്കെയായി നിർഭയനായി ജീവിക്കുകയാണ്. പക്ഷേ വഖദ് നുസിജത് അക്ഫാനുഹു, നമ്മളെ പൊതിയാനുള്ള കഫൻ പുടവ അടുത്ത തുണി ഷോപ്പിൽ അവിടെ തയ്യാറാണ്. അതേതോ കമ്പനിയിൽ, ഫാക്ടറിയിൽ അത് നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ വിവരമറിയാതെ, നമ്മെ കുളിപ്പിച്ച് കഫൻ ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കപ്പെട്ടത് അറിയാതെ നമ്മളിപ്പോഴും വലിയ ആഹ്ലാദത്തിൽ ജീവിക്കുകയാണല്ലോ. എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതല്ലെങ്കിൽ അത്ര പ്രായമൊന്നുമില്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആലോചിക്ക് നമ്മൾ. വകം മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനം മിനദ്ദഹരി. എത്രയെത്ര ആരോഗ്യ ദൃഢഗാത്രനായ ചെറുപ്പക്കാരാണ്, ഒരസുഖവുമില്ല, പെട്ടെന്നങ്ങ് അവർ മരിച്ചുപോയി എന്ന വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. അതേ അവസരത്തിൽ വർഷങ്ങളോളമായി എത്രയോ രോഗികൾ ICU യൂണിറ്റിലാണ്, അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിലാണ്. വീടുകളിൽ അവർ തളർന്ന് കിടപ്പാണ്. പലവിധത്തിലുള്ള പ്രയാസങ്ങളാൽ കിടക്കുന്ന എത്രയെത്ര രോഗികളാണ്. ഇപ്പോഴും അവർ മരിച്ചിട്ടില്ല, അവർ ജീവിക്കുകയാണ്. അപ്പോൾ മരണത്തിന് പ്രായഭേദമില്ല. അവിടെ രോഗം വേണമെന്നില്ല. രോഗം അതിനൊരു കാരണം ചിലപ്പോൾ ആയി എന്ന് വരാം. അതൊന്നുമല്ലല്ലോ പ്രശ്നം. നമ്മുടെ മുമ്പിൽ നമുക്ക് വീണ് കിട്ടുന്ന ഈ അവസരങ്ങൾ ശരിക്കും ഉപയോഗപ്പെടുത്തി ഇവിടെ വെച്ചാണ് നേടേണ്ടത് എന്ന ചിന്തയോടുകൂടി പ്രിയമുള്ളവരെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം. അതാണ് നമ്മെ ഏറ്റവും സ്നേഹിക്കുന്ന റഹ്മാനായ റബ്ബ് നമ്മൾ വിളിച്ചുകൊണ്ട് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ. അല്ലാഹ് സ്നേഹത്തോടെ വിളിക്കാണ്, ഓ വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ. ദോഷങ്ങളൊന്നും മനഃപൂർവ്വം വരാതെ നോക്കണേ. തെറ്റുകൾ അറിഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിലൂടെ ഫൽതൻദുർ നഫ്സുൻ, ഓരോ മനുഷ്യനും അവൻ നന്നായി ചിന്തിക്കട്ടെ, അവൻ പരിശോധിക്കട്ടെ. മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി ഞാൻ എന്താ ഒരുക്കിയത്? നാളെ എന്ന് പറയുമ്പോൾ ഞാൻ കേരളത്തിലേക്ക് തിരിച്ചു പോയാൽ എൻ്റെ ജീവിതം എന്ത് എന്നുള്ളതല്ല നാളെ. കാരണം കേരളത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയുമോ? യാത്രക്ക് വേണ്ടി പെട്ടി കെട്ടി കുടുംബങ്ങളോട് ഇതാ ഞാൻ എടുത്ത ഫ്ലൈറ്റിന് ഇത്ര മണിക്ക് എയർപോർട്ടിൽ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് നാട്ടുകാരോട് കുടുംബങ്ങളോടൊക്കെ സന്തോഷ വാർത്ത അറിയിച്ച് ഒപ്പം താമസിക്കുന്ന ആളുകളെല്ലാം വളരെ സന്തോഷത്തോടെ യാത്രയാക്കിയ എത്രയെത്ര പ്രവാസികളാണ് നമ്മുടെയൊക്കെ അനുഭവത്തിൽ. എയർപോർട്ടിലെത്തിയിട്ട് അവർ വീടുകളിലേക്ക് ചെന്നത് അവരുടെ മയ്യത്തുകളാണ്. അവരുടെ മയ്യത്തുകൾ വഹിച്ച ആംബുലൻസുകളാണ് അവരുടെ വീടകങ്ങളിലേക്ക് കയറി ചെന്നത്. പൊട്ടിക്കരച്ചിലിൻ്റെ പ്രയാസങ്ങളുടെ ലോകത്തേക്കാണ് അവർ പിന്നീട് പോയത്. ഇതൊക്കെ നമ്മുടെ മനസ്സുകളിൽ നമ്മൾ എത്രയോ തവണ കാണുന്നതാണ്, കേൾക്കുന്നതാണ്. അതുകൊണ്ട് നാളേക്ക് വേണ്ടി എന്തൊരുക്കി എന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ എന്ന് അള്ളാഹു നമ്മോട് പറഞ്ഞിട്ട് പിന്നെയും അവൻ തുടരുകയാണ്, വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ. സ്നേഹം കൊണ്ട് റബ്ബ് നമ്മെ വിളിച്ചു പറഞ്ഞതാ. 2 സ്ഥലത്ത് നിങ്ങൾ നോക്കൂ. നാളേക്ക് വേണ്ടി നിങ്ങൾ എന്തൊരുക്കി എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം എന്ന് പറയുന്ന ആ നിർദ്ദേശത്തിൻ്റെ മുമ്പും ശേഷവും അല്ലാഹ് പറഞ്ഞത് എന്താണ് ഒരുക്കേണ്ടത്? വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരു ഹറാം അറിഞ്ഞുകൊണ്ട് ചെയ്യരുതേ. സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണേ. റബ്ബിൻ്റെ കൽപ്പനകളെ നിങ്ങൾ കഴിയുന്നത്ര ജീവിതത്തിൽ കൊണ്ടുവരണേ. അറിഞ്ഞുകൊണ്ട് ഒരു നിഷിദ്ധത്തിൽ ഇടപെടാതെ സൂക്ഷ്മത പാലിക്കണേ. അങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ അതൊക്കെ നോക്കി അറിയുന്ന സ്രഷ്ടാവിലേക്കാണ് തിരിച്ചു പോകാനുള്ളത്. അതുകൊണ്ട് അവസാനം ഒരു വാണിംഗ് തന്നു, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവൻ നന്നായി നിങ്ങളോട് വിവരം തരുന്നവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ പോക്ക് ഉറപ്പാണ്. റബ്ബിൻ്റെ കോടതിയിൽ പോയി നിൽക്കേണ്ടവരാണ്. ഒരുക്കം വളരെ നിർബന്ധമാണ്. ഇനിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, എങ്ങനെ ഒരുങ്ങണം, എങ്ങനെയാണ് ആ യാത്രക്ക് വേണ്ടി ഒരുങ്ങേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ്
അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ ഒരുക്കി വെക്കേണ്ടത്, അവിടെ നമ്മൾക്കാരും പറഞ്ഞു തരേണ്ടതില്ല. നമ്മളൊക്കെ യാത്രക്കാരാണ്, മുസാഫിരീങ്ങളാണ്. ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ സഫർ പോകുമ്പോൾ, യാത്ര പോകുമ്പോൾ നമ്മൾ അന്വേഷിക്കും ആ രാജ്യത്ത് എടുക്കുന്ന നാണയങ്ങൾ എന്താണ്, അവിടുത്തെ കറൻസി എന്താണെങ്കിൽ അവിടെ ഉപയോഗപ്പെടുത്താവുന്ന കറൻസി എയർപോർട്ടിൽ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ പക്കലുള്ള കറൻസി അവിടേക്ക് യോജിക്കുന്ന വിധത്തിലേക്ക് മാറ്റിയെടുത്തിട്ടാണ് നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് പോകാറുള്ളതെങ്കിൽ, റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലേക്ക് പോകുമ്പോൾ, മഹ്ശറിലേക്ക് പോകുമ്പോൾ എടുക്കാത്ത നാണയം കൊണ്ടുപോയിട്ട് അവിടെ രക്ഷപ്പെടാനാവില്ല. അവിടെ എടുക്കുന്ന സൽക്കർമ്മങ്ങളുണ്ട്, അവിടെ പ്രയോജനപ്പെടുന്ന കാര്യങ്ങളുണ്ട്. ആ ഒരുക്കത്തോടു കൂടി മാത്രമാണ് നമ്മൾ ഈ ലോകത്ത് നിന്ന് അങ്ങോട്ട് പോകേണ്ടത്. അതിൻ്റെ സമയം ഒരുപക്ഷേ എപ്പോഴാണെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാനും. അതുകൊണ്ട് തന്നെ എപ്പോഴും വിളിയാളം വരാം. പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി പ്രസംഗം തീരുന്നതിൻ്റെ മുമ്പ് മരിച്ചു വീഴാറുണ്ട്. ഇരിക്കുന്ന വ്യക്തി എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് മരിച്ചു വീഴാറുണ്ട്. ജോലിസ്ഥലത്ത് നിന്ന് കുഴഞ്ഞു വീഴാറുണ്ട്. കുടുംബത്തിലായിരിക്കെ മരിച്ചു വീഴാറുണ്ട്. അതൊക്കെയും ലോകത്ത് കാണുന്നു, കേൾക്കുന്നു. റഹ്മാനായ റബ്ബ് എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും ഈമാനോടുകൂടി മരിച്ചു പോകുവാനുള്ള തൗഫീഖ് ഇപ്പറയുന്ന സാധുവായ എനിക്കും നിങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓ സഹോദരന്മാരെ, ആ ലോകത്തേക്കുള്ള ഒരുക്കത്തിൽ അവിടെ എന്താണോ സ്വീകരിക്കപ്പെടുക അതുമായി മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ. നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജനാസ കുളിപ്പിച്ച് കഫൻ ചെയ്ത് അത് മയ്യത്ത് കട്ടിലിൽ വെച്ച നിസ്കാരവും കഴിഞ്ഞ് ആളുകൾ അതുമായി കൊണ്ട് ഖബർസ്ഥാനിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ അനുഗമിക്കുന്നത് അവൻ്റെ സന്തപ്ത കുടുംബങ്ങളുണ്ട്. കരഞ്ഞുകൊണ്ട്, പ്രയാസം സഹിച്ചുകൊണ്ട്, വിഷമങ്ങൾ മനസ്സിലൊതുക്കി പിടിച്ചുകൊണ്ട് ബന്ധപ്പെട്ട കുടുംബങ്ങൾ ആ ജനാസയെ അനുഗമിക്കുന്നുണ്ട്. അയാളുടെ സമ്പത്തിന് പിൽക്കാലത്ത് കൈകാര്യം ചെയ്യാൻ അവകാശപ്പെട്ട സമ്പത്തിൻ്റെ ഉടമാവകാശികളും ഒരു വേള ആ ജനാസയുടെ പിന്നാലെ പോകുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ കാണാത്ത മറ്റൊന്നുകൂടി ആ മയ്യത്തിൻ്റെ അനുഗമിക്കുന്നുണ്ട്. അത് അയാൾ ഈ ലോകത്ത് വെച്ച് മറുലോകത്തേക്ക് പോകാൻ വേണ്ടി ഒരുക്കിയ തയ്യാറെടുപ്പുകളാണ്, അമലുകളാണ്. ആ അമലുകൾ ഇങ്ങനെ 3 കാര്യങ്ങൾ, ആണിൻ്റെ മയ്യത്ത് കൊണ്ടുപോവുകയാണെങ്കിലും സ്ത്രീയുടെ ജനാസ പോവുകയാണെങ്കിലുമൊക്കെ അതിനെ അനുഗമിച്ചു കൊണ്ട് പോകുന്നുണ്ട്. ഖബറിൽ നമ്മളെ മയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മടങ്ങിപ്പോരും. ഏത് വേദനയുള്ള, പ്രയാസമുള്ള, ദുഃഖമുള്ള കുടുംബാംഗങ്ങളാണെങ്കിലും ആരും നമ്മോടൊപ്പം ആ ഖബറിൽ കിടക്കൂല. എല്ലാവരും തിരിച്ചു പോരുകയാണ്. അവരുടെ എല്ലാം ദുഃഖങ്ങൾ തളം കെട്ടിയ മനസ്സുകളാണെങ്കിലും അവർ മടങ്ങിപ്പോരുക തന്നെയാണ്. അതേ, നമ്മുടെ കൂടെ നമ്മുടെ ഖബറിൽ പിന്നെ ബാക്കിയാകുന്നത് പരലോകത്തേക്കുള്ള യാത്രക്ക് വേണ്ടി സ്നേഹത്തോടെ റബ്ബ് നമ്മളോട് പറഞ്ഞിരുന്നില്ലേ, ഒരുക്കി വെക്കണേ ചില കാര്യങ്ങളൊക്കെ. നല്ല മടിക്കനമുണ്ടാകണം, കീശയിൽ നല്ലോണം വേണം. കാരണം കീശയില്ലാത്ത വസ്ത്രമാണ് കഫൻ പുടവ. കഫൻ പുടവക്ക് കീശയില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ഇയാൾ കൊണ്ടുപോകുന്നത്? തപ്പി നോക്കിയാൽ കാണാനില്ല, ഒന്നുമില്ലാതെ അയാൾ പോവുകയാണ്. പക്ഷേ ആരാരും അറിയാതെ പാതിരാവിൽ അയാൾ എഴുന്നേറ്റ് നിസ്കരിച്ച നിസ്കാരങ്ങൾ കൂടെയുണ്ട്, അയാൾ കൊടുത്ത സ്വതക്കകൾ കൂടെയുണ്ട്, അയാളുടെ സൽക്കർമ്മങ്ങൾ കൂടെയുണ്ട്, അയാൾ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ലിസ്റ്റും കൂടെയുണ്ട്, എല്ലാം കൂടെയുണ്ട്. എല്ലാവരും പിരിഞ്ഞു പോന്നു. ഖബറിൽ അയാൾ ഒറ്റക്കായി. അയാൾ എന്തൊരുക്കി വെച്ചോ, മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്തൊരുക്കിയോ അത് മാത്രമാണ് അയാളുടെ കൂടെ ഖബറിലുള്ളത്. എങ്കിൽ ആ ഒരുക്കേണ്ടുന്ന മൂലധനം നല്ല വെയിറ്റുള്ളതാകണം. പോകുന്ന രാജ്യത്ത് എടുക്കാത്ത നാണയം കൊണ്ട് പോയാൽ രക്ഷപ്പെടാൻ നമുക്ക് ആവുകയില്ല. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, സൂറത്തുൽ ഇസ്രായിലെ 19-ാമത്തെ ആയത്തിൽ റബ്ബ് പറഞ്ഞു എന്താണ് ഒരുക്കി കൊണ്ടുപോകേണ്ടത്. വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിനുൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ.
ആരെങ്കിലും പരലോകത്തെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇനി അടുത്ത വാചകം അടിവരയിട്ട് പഠിച്ചു വെക്ക്. പരലോകത്തെ ഉദ്ദേശിച്ചതുകൊണ്ട് മാത്രം അവിടെ രക്ഷപ്പെടൂല. എനിക്ക് പരലോകത്ത് കൂലി കിട്ടാനാണ് എന്ന് ഞാൻ നിയ്യത്ത് ചെയ്തതുകൊണ്ട് മാത്രം എനിക്ക് പരലോകത്ത് കൂലി കിട്ടുമോ? കിട്ടൂല. പിന്നെ എന്ത് വേണം? അടുത്ത ഉപാധി നോക്ക്, അതാണ് പ്രധാനം. വസഅലഹാ, ആ പരലോകത്തിന് വേണ്ടി ആ മനുഷ്യനാണാവട്ടെ പെണ്ണാവട്ടെ അധ്വാനിക്കണം. ഏതാണ് അധ്വാനിക്കേണ്ടത്? സഅയഹാ, അവിടേക്ക് വേണ്ട ചില അധ്വാനങ്ങൾ അല്ലാഹ് നിശ്ചയിച്ചിട്ടുണ്ട്. അത് അല്ലാഹുവിൻ്റെ റസൂലിലൂടെ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതുമാത്രം ചെയ്താലേ അവിടെ രക്ഷയുള്ളൂ. അതല്ലാതെ എനിക്ക് നല്ലതാണെന്ന് അഭിപ്രായപ്പെട്ട് ഞാൻ എന്തൊക്കെയോ പലതും ചെയ്തു, എനിക്കെന്തൊക്കെയോ പരലോകത്ത് കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തു, പക്ഷേ അതിനൊന്നും അവിടെ ഒരു വിലയും കാണൂല. അതുകൊണ്ട് അല്ലാഹ് നിശ്ചയിച്ച അധ്വാനം എന്താണോ അത് തന്നെ അധ്വാനിച്ചിരിക്കണം. അതോടൊപ്പം വഹുവ മുഅ്മിനുൻ, ഈമാൻ കറക്റ്റായിരിക്കണം. ഈമാൻ ശരിയാവാതെ നീ എന്തധ്വാനിച്ചിട്ടും കാര്യമല്ല, അതൊക്കെ വെള്ളത്തിലാണ്. അങ്ങനെ ഈ ഉപാധികളൊക്കെ പാലിച്ചുകൊണ്ട് പരലോകത്ത് റബ്ബ് വില കൽപ്പിക്കുന്ന അധ്വാനങ്ങൾ അധ്വാനിച്ചുകൊണ്ട് ആര് യാത്രയായി റബ്ബിനെ കണ്ടുമുട്ടുന്നുവോ ഫഉലൈക, അക്കൂട്ടർ കാന സഅയുഹും മഷ്കൂറാ, അവരുടെ അധ്വാനത്തിന് വലിയ വിലയുണ്ടാകും. അവിടെ രാജാതിരാജനായ റബ്ബിൻ്റെ കോടതിയിൽ ആ അധ്വാനങ്ങൾക്ക് വലിയ നന്ദിയോടുകൂടെ അത് ഏറ്റുവാങ്ങും. അതിന് വലിയ പ്രതിഫലമുണ്ടാകും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവിടെ എടുക്കുന്ന ആ അധ്വാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറഞ്ഞിട്ടുമുണ്ട്, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ഇതാണ് നമ്മുടെ കൈമുതലായിട്ടുണ്ടാവേണ്ടത്. ആര് തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നുവോ അവനെന്ത് ചെയ്യണം? ഫൽയഅമൽ അമലൻ സാലിഹാ, സൽക്കർമ്മങ്ങൾ അവൻ ചെയ്യട്ടെ. സൽക്കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. ഒരു കർമ്മത്തിലും ശിർക്ക് വരാൻ പാടില്ല. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, തൻ്റെ റബ്ബിനെ താൻ ആരാധിക്കുന്ന ആരാധനകളിലൊന്നും മറ്റൊരാളിൽ നിന്നുള്ള കയ്യടി മോഹിക്കരുത്, അയാളുടെ പ്രശംസ മോഹിക്കരുത്, മറ്റൊരാൾ കാണാൻ വേണ്ടി ആയിരിക്കരുത്, മറ്റൊരാൾക്ക് വേണ്ടി അയാളിൽ നിന്ന് പ്രീതി നേടിക്കൊണ്ടാവരുത്, അയാൾ എന്നെ രക്ഷപ്പെടുത്തും എന്ന വിശ്വാസത്തിലുമായിരിക്കരുത്. ഏകനായ റബ്ബിൽ നിന്ന് അവൻ്റെ മാത്രം പ്രതിഫലം മോഹിച്ച് ഇഖ്ലാസോടെ അമലി ചെയ്തോ, എങ്കിൽ നിനക്ക് സന്തോഷത്തോടെ നിന്റെ റബ്ബിനെ നാളെ പരലോകത്ത് കണ്ടുമുട്ടാം. ഇതാണ് സഹോദരന്മാരെ ഒന്ന് വളരെ ശാന്തമായി നമ്മൾ ചിന്തിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എല്ലാവരും ആലോചിക്ക്, നമുക്ക് സമയമില്ല. ഇന്ന് ഈ ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എത്ര പേര് ഏത് ദിവസം എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരിക്കും എന്ന് നമുക്കാർക്കും അറിയില്ല. വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നമ്മുടെ മരണം നടക്കും, ഖബർ ഒരുങ്ങും. നമ്മൾ നമ്മുടെ ലോകത്ത് പിന്നെ ഒറ്റക്കായി മാറുകയാണ്. അവിടെ നമുക്ക് സുരക്ഷയായി നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഇവിടെ ഈ ജീവിതത്തിൽ അടയാളപ്പെടുത്തിയ അടയാളങ്ങൾ, അതിൻ്റെ കൃത്യമായ ആ ഒരുക്കങ്ങൾ, അതെന്താണോ അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ഖബറിൽ. അതിന് വേണ്ടതെന്താണ്? ഒന്നാമത് ഈമാനാണ്, ഇഖ്ലാസാണ്. ആ ഈമാനിലും ഇഖ്ലാസിലും പടുത്തുയർത്തപ്പെട്ടിട്ടുള്ള സൽക്കർമ്മങ്ങളാണ്. എന്നാൽ ഇവിടുത്തെ ലോകത്തിൻ്റെ അവസ്ഥ എന്താണ്? മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ഇന്ന് അവഗണിച്ച ഒരു മേഖലയുണ്ട്. പലർക്കും ആ വിഷയം പറയുന്നതിനോട് യോജിപ്പില്ല, പലർക്കും ആ വിഷയം പറയുന്നവരോട് വെറുപ്പാണ്. കാരണം അവർ രാജ്യത്ത് ഫിത്നയുണ്ടാക്കുകയാണെന്നാണ് പറയുന്നത്. എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നിടത്ത് പോയിട്ട്
അവരുടെ അന്ധവിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ ആ ആളുകളെ കുറിച്ച് ഈ നാട്ടുകാർക്കുണ്ടാകുന്ന ചിന്ത എന്താണ്? ഇയാൾ ഫിത്നയാ പറയുന്നത്, ഇയാൾ കുഴപ്പക്കാരനാണ്. മഹാനായ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിച്ച 40 കൊല്ലക്കാലം എല്ലാവരും വിളിച്ച പേര് അല്ലമീൻ എന്നായിരുന്നു. വളരെ വിശ്വസ്തൻ, ആർക്കും ഒരു എതിരഭിപ്രായമില്ല, എല്ലാവർക്കും വലിയ സ്നേഹമാണ്, സത്യസന്ധനായ ചെറുപ്പക്കാരനാണ്. പക്ഷേ റഹ്മാനായ റബ്ബ് വഹി കൊടുത്തത് മുതൽ ഏറ്റവും മർമ്മപ്രധാനമായ തൗഹീദ് പറഞ്ഞപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജനങ്ങളെ, നിങ്ങൾ ഇതുവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോടൊന്നും, ശക്തികളോടൊന്നും, വ്യക്തികളോടൊന്നും ഇനി നിങ്ങൾ പ്രാർത്ഥിക്കല്ലേ. പ്രാർത്ഥിക്കാൻ അർഹതപ്പെട്ടവൻ സൃഷ്ടാവായിട്ടാരോ ഉണ്ടോ അവൻ മാത്രമേയുള്ളൂ. ഖാലിഖ് റബ്ബ് മാത്രമേയുള്ളൂ. മറ്റുള്ളവരൊക്കെ മഖ്ലൂക്കുകളാണ്, സൃഷ്ടികളാണ്. ജനങ്ങളെ, ഒരു സൃഷ്ടിയോടും പ്രാർത്ഥിക്കരുത്, പ്രാർത്ഥന സൃഷ്ടാവിന് മാത്രമേ കൊടുക്കാവൂ എന്ന് മഹാനായ നേതാവ് പറഞ്ഞപ്പോൾ ഇതുവരെ അല്ലമീനെന്ന് പറഞ്ഞ് പുകഴ്ത്തിയവരൊക്കെ മറിച്ച് അള്ളാന്റെ റസൂലിനെ ചീത്ത വിളിക്കാൻ തുടങ്ങിയില്ലേ. നീ ഭ്രാന്തനാനടാ മുഹമ്മദേ, നീ സാഹിറാനടാ മുഹമ്മദേ, നീ മാരണക്കാരനാനടാ മുഹമ്മദേ, നീ പാട്ടും പാടി ആളുകളുടെ മുമ്പിൽ നടക്കുന്ന ഒരു പാട്ടുകാരനാനടാ മുഹമ്മദേ. എന്തൊക്കെ ചീത്തപ്പേരുകൾ കൊണ്ട് മുത്തു മുസ്തഫയെ ചീത്ത വിളിക്കാൻ സാധിക്കുമോ? ആ ജനത അതൊക്കെ വിളിക്കാൻ കാരണം അവർ പാരമ്പര്യമായി വിശ്വസിച്ചു പോരുന്ന ചില കാര്യങ്ങളുണ്ട്. അത് തെറ്റാണെന്ന് സ്നേഹത്തോടുകൂടെ മുത്തു മുസ്തഫ ഉണർത്തിയപ്പോഴേക്ക് അതവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റിയില്ല. അതവരുടെ മനസ്സിൽ വല്ലാതെ കൊണ്ടു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവർ ഭിന്നിപ്പുകാരനാക്കി, നാട്ടിൽ കുഴപ്പക്കാരനാക്കി, തീവ്രവാദിയാക്കി, ഭീകരവാദിയാക്കി, പലതുമാക്കി. എന്തേ പ്രശ്നം? പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ ഒന്നേയുള്ളൂ, ആ സൃഷ്ടാവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. ജനങ്ങളെ, അമ്പിയാക്കളെ അമ്പിയാക്കളെന്ന നിലക്ക് ആദരിക്കണം, ബഹുമാനിക്കണം. ഔലിയാക്കളെ ഔലിയാക്കളെന്ന നിലക്ക് ആദരിക്കണം, ബഹുമാനിക്കണം. മാതാപിതാക്കളെ മാതാപിതാക്കളെന്ന നിലക്ക് സ്നേഹിക്കണം, ബഹുമാനിക്കണം. പക്ഷേ പ്രാർത്ഥന എന്ന് പറയുന്ന പരമപ്രധാനമായ നമ്മുടെ ഇബാദത്തുകൾ അഖിലവും സ്രഷ്ടാവിലേക്ക് മാത്രമേ നിങ്ങൾ തിരിച്ചുവിടാവൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ആശയം അങ്ങ് പറഞ്ഞപ്പോൾ പിന്നെ ജനങ്ങൾക്കത് ഉൾക്കൊള്ളാനായില്ല. മുത്തു മുസ്തഫ ജനിച്ച മക്കാരാജ്യം വിട്ടുപോകാൻ കാരണം അതല്ലേ? മദീനത്തേക്ക് പോകേണ്ടി വന്നത് അതുകൊണ്ടല്ലേ? മദീനയിൽ പോയി ചോരയും തമ്മിൽ ഏറ്റുമുട്ടേണ്ടി വന്ന ബദർ യുദ്ധം നടന്നത് അതിൻ്റെ പേരിലല്ലേ? ഉഹദ് യുദ്ധം നടക്കേണ്ടി വന്നത് അതിൻ്റെ പേരിലല്ലേ? ഒരുപാട് സഹാബിമാർ ത്യാഗം സഹിക്കേണ്ടി വന്നത് അതിൻ്റെ പേരിലല്ലേ? ധാരാളം പ്രവാചകന്മാർ അന്യായമായി അവരുടെ അനുയായികളുടെ കരങ്ങളാൽ അറുകൊല ചെയ്യപ്പെടേണ്ടി വന്നത് അതിൻ്റെ പേരിലല്ലേ? ജനിച്ച നാട്ടിൽ മരണപ്പെടാൻ അവസരം കിട്ടിയ എത്ര നബിമാരാ ലോകത്തുള്ളത്? നിങ്ങൾ എണ്ണി നോക്കിയിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല. ജനിച്ച നാട്ടിൽ മരിച്ചവർ വളരെ വിരലിലെണ്ണാവുന്നവരാണ്. മറ്റു നബിമാരൊക്കെ ജനിച്ച നാട് വിട്ട് പോകേണ്ടി വന്നവരാണ്, ഇഷ്ടമുണ്ടായിട്ട് പോകേണ്ടി വന്നവരല്ല. ജനത്തിൻ്റെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അവരുടെ പാരമ്പര്യമായ ആചാരങ്ങൾക്കെതിരെ സ്നേഹബുദ്ധിയ ഉണർത്തി എന്നതിൻ്റെ പേരിൽ സമൂഹം വെറുത്തുകൊണ്ട് അവരെ നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കാതെ പുറത്താക്കിയപ്പോൾ പോകേണ്ടി വന്നവരാണ്. ഈ പാഠം നമ്മൾ ജീവിതത്തിൽ മറക്കരുത്. അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും വലിയ കഠിനാധ്വാനം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവനേക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അവിടുന്ന് കാണിച്ചിരുന്ന വിശ്വാസം, അവിടുന്ന് കാണിച്ചിരുന്ന ആചാരം, അവിടുന്ന് കാണിച്ചിരുന്ന സ്വഭാവം, അവിടുന്ന് കാണിച്ചിരുന്ന പെരുമാറ്റം, അത് തൻ്റെ ജീവിതത്തിൽ കൃത്യമായി തന്നെ പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതേ അവസരത്തിൽ നിങ്ങൾ നോക്കൂ, ലോകത്ത് മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും മതവിശ്വാസികൾ തന്നെയാണ്. നിരീശ്വരവാദികൾ വളരെ എണ്ണത്തിൽ കുറവാണ്. നിരീശ്വരവാദികളെ അപേക്ഷിച്ച് ലോകത്ത് മതവിശ്വാസികളാണ് കൂടുതൽ. പക്ഷേ തൗഹീദ് അംഗീകരിച്ച ആളുകളുടെ എണ്ണം അതിൽ കുറവാണ്. അത് അല്ലാഹ് സൂറത്ത് യൂസുഫിലെ 106-ാമത്തെ ആയത്തിൽ പഠിപ്പിച്ചിട്ടുമുണ്ട്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്,
ഇല്ലാ വഹും മുശ്രികൂൻ. അവരിൽ അധിക പേരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല, അവർ ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ. അപ്പോൾ റബ്ബിനോടും പ്രാർത്ഥിക്കും, മറ്റുള്ളവരോടും പ്രാർത്ഥിക്കും, മഹാത്മാക്കളോടും പ്രാർത്ഥിക്കും, അള്ളാഹുവിനോടും പ്രാർത്ഥിക്കും. ഇങ്ങനെ പ്രാർത്ഥന മറ്റു പലർക്കും ആരാധനകൾ സമർപ്പിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബിനു മാത്രമുള്ള ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ ഒരു സൃഷ്ടിക്കും അവൻ വിട്ടുകൊടുത്തിട്ടില്ല. അങ്ങനെ വിട്ടുകൊടുത്തിട്ടില്ലാത്ത റബ്ബിൻ്റെ മാത്രം കുത്തകയായ ഒരുപാട് ഗുണങ്ങളുണ്ട്, വിശേഷണങ്ങളുണ്ട്. അത് ഏതെങ്കിലും ഒരു സൃഷ്ടിക്കും അതുപോലെയുണ്ട് എന്ന് നമ്മൾ ആരെങ്കിലും സങ്കല്പിച്ചാൽ, വിശ്വസിച്ചാൽ, അത് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത മഹാപാതകമായ ശിർക്കാണ്. ആ ശിർക്കിനെയാണ് ഏറ്റവും ഭയപ്പെടേണ്ടത്. കാരണം ശിർക്ക് ചെയ്ത് മരിച്ചു പോയാൽ, തൗബയില്ലാതെയാണ് മരണം നടന്നതെങ്കിൽ ആ മനുഷ്യന് നരകത്തിയിൽ നിന്ന് മോചനമില്ല. കാരണം അവൻ്റെ പാപങ്ങൾ പൊറുക്കൂല. അത് അല്ലാഹ് കൃത്യമായി പറഞ്ഞതാണ്. അതുകൊണ്ട് ശിർക്ക് കലരാത്ത വിശ്വാസം എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്? ഞാനൊരു ഉദാഹരണം പറയട്ടെ, വളരെ ലളിതമായി. ഇവിടെയുള്ള എല്ലാവരും അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ഈ ശിർക്ക് സംഭവിക്കുക, എങ്ങനെയാണ് ശിർക്ക് സംഭവിക്കല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അല്ലാഹുവേ രക്ഷിക്കണേ, നമ്മൾ നിരന്തരം തേടുന്നവരാണ്. അല്ലാഹ് എന്ന് വിളിച്ച് നമ്മൾ നിരന്തരം ദുആ ചെയ്യുന്നു. ആ ദുആ ചെയ്യുന്ന ഞാനും നിങ്ങളും അല്ലാഹനെ വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ കാഴ്ചപ്പാടെന്താണ്? നമ്മുടെ വിശ്വാസം എന്താണ്? ഞാൻ എൻ്റെ റബ്ബിനെ എവിടെ നിന്ന് വിളിച്ചാലും ആ വിളി എൻ്റെ റബ്ബ് എപ്പോഴാണെങ്കിലും കേൾക്കും. അത് അടുത്ത് വെച്ചാണെങ്കിലും അകലെയാണെങ്കിലും അവനെല്ലാം കേൾക്കുന്നവനാണ്, അവനെല്ലാം കാണുന്നുണ്ട്, എന്നെ അവൻ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലെങ്കിലും എനിക്ക് ദുആ ചെയ്യുവാൻ എൻ്റെ നാവിന് സംസാരശേഷി ഇല്ലെങ്കിൽ പോലും എൻ്റെ ആഗ്രഹങ്ങളടങ്ങുന്ന, എൻ്റെ മനസ്സ് വായിക്കാൻ അറിയുന്നവനാണ് എൻ്റെ റബ്ബ്. അതും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ റബ്ബിനോട് എന്തിന് ചോദിച്ചാലും അതൊക്കെ തരാൻ മാത്രം ഖജനാവ് വിശാലമായ, എല്ലാം തരാൻ കഴിവുള്ള ഖദീറാണ് എൻ്റെ റബ്ബ്. അതുപോലെ തന്നെ എന്നേക്കാൾ അറിയുന്നവനാണ് എൻ്റെ റബ്ബ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എനിക്ക് ഉത്തരം തരാൻ കഴിവുള്ള മുജീബാണ് എൻ്റെ റബ്ബ്. ഇതൊക്കെ ഞാൻ അല്ലാഹുവേ എന്ന് വിളിക്കുമ്പോൾ ഞാനും നിങ്ങളും നമ്മൾ അങ്ങനെ വിശ്വസിച്ചിട്ടാണ് വിളിക്കുന്നത്. അല്ലാഹ് എല്ലാം കേൾക്കും, എല്ലാം കാണും, എല്ലാത്തിനും കഴിയും, എല്ലാം അറിയും, എന്തിനും കഴിവുണ്ട്, എല്ലാം തരാൻ അവനെ പറ്റൂ, അവനാണ് ഉത്തരം നൽകുന്നവൻ. ഇത് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നു. എങ്കിൽ ഞാൻ ലളിതമായി പറയട്ടെ, ഇതേ വിശ്വാസത്തോടെയല്ലേ ഇന്ന് സമൂഹത്തിൽ ഒരു കൂട്ടം ആളുകൾ അതേ ശൈഖുമാരെ വിളിക്കുകയാണ്. അങ്ങനെ മരണപ്പെട്ടു പോയ മഹാത്മാക്കളെന്ന് പറയപ്പെടുന്ന ആളുകളെ വിളിച്ചുകൊണ്ട് പറയാണ്, രക്ഷിക്കണേ, രോഗം മാറ്റണേ, സന്താനമില്ല, സന്താനത്തെ തരണേ എന്ന് ശൈഖിനോട്, ബീവിയോട്, വലിയകളോട്, പല ആളുകളോടും അവർ തേടുമ്പോൾ ആ തേടുന്നവർ എന്താ വിശ്വസിക്കുന്നത്? ഞാൻ ഈ വിളിച്ചു പറയുന്ന കാര്യം ആ മരണപ്പെട്ടു പോയ ശൈഖ് എവിടെയാണ്, അദ്ദേഹത്തിൻ്റെ ഖബറെങ്കിലും എനിക്ക് പ്രശ്നമല്ല. അദ്ദേഹം എന്നെ കാണുന്നുണ്ട്, എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, എൻ്റെ ആഗ്രഹം അറിയുന്നുണ്ട്, എൻ്റെ ഏത് കാര്യവും സാധിപ്പിച്ച് തരാനുള്ള കഴിവ് പണ്ടേ അല്ലാഹു അദ്ദേഹത്തിന് അങ്ങ് തീരെഴുതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്തുവാൻ ഞാൻ ആരെയാണ് വിളിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് സാധിക്കുമെന്ന വിശ്വാസത്തോടെയല്ലേ ആളുകൾ ഇന്ന് മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാ അല്ലാഹ് പൊറുക്കുക? ഇതാണ് ശിർക്ക്. അല്ലാഹ്ക്ക് മാത്രമുള്ള ഗുണവിശേഷണമാണ്. എവിടുന്ന് വിളിച്ചാലും എല്ലാം കേൾക്കുക, എല്ലാം കാണുക, എല്ലാം അറിയുക, എല്ലാത്തിനും കഴിയുക, എല്ലാത്തിനും ഉത്തരം കൊടുക്കുക. ഇതൊക്കെ അള്ളാൻ്റെ മാത്രം കഴിവുകളാണ്. ഇത് മറ്റൊരാൾക്കും ഉണ്ടെന്ന് സങ്കല്പിച്ചാലോ അവിടെ ശിർക്ക് വന്നു. അങ്ങനെ വിശ്വസിക്കുന്നതാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്നത്. എന്നെ പീഡിച്ചവർ ഏതും പേടിക്കേണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവൽ എന്നോവർ,
മഹാനായ ശൈഖ് മുഈദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അദ്ദേഹം പറഞ്ഞുവെന്നാണ് അവരവകാശപ്പെടുന്നത്. എന്നെ ഏത് സമയത്ത് എവിടെ നിന്ന് ആര് മുറുകെ പിടിച്ചാലും എന്നിൽ വിശ്വസിച്ചുകൊണ്ട് എന്നെ വിളിച്ചാൽ, എന്നോട് വിളിച്ച് തേടിയാൽ വല്ലേ നീലെത്തീന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാതീരം ചെയ്യും ഞാനെന്നോവർ. എവിടെ വെച്ച് നിങ്ങൾ എന്നെ വിളിച്ച് തേടിയാലും വിളിച്ചവൻ്റെ വായ കൂടുന്നതിൻ്റെ മുമ്പ് ഞാൻ അവന് ഉടനടി ഉത്തരം കൊടുക്കുമെന്നാണ്. അജബ്തുഹു മുസ്രിയാ മിൻ അജ്ലി ദഅവതിഹി, അവൻ്റെ ആ വിളി കാരണത്താൽ ഉടനടി ഞാൻ അവന് ഉത്തരം കൊടുക്കുമെന്ന് ശൈഖ് പറഞ്ഞു എന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടില്ലാത്ത പലരും ഇന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ അത് വിശ്വസിക്കുകയും അദ്ദേഹമടക്കമുള്ള പലരെയും വിളിച്ച് തേടുകയും ചെയ്യുന്നുണ്ട്. ഓ സഹോദരന്മാരെ, ഇത് അല്ലാഹു ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യമല്ല. ഇത് നിലനിർത്തിക്കൊണ്ട് ഹജ്ജ് ചെയ്തിട്ടെന്ത് കാര്യം? ഇത് നിലനിർത്തിക്കൊണ്ട് നിസ്കരിച്ചിട്ടെന്ത് കാര്യം? ഇത് നിലനിർത്തിക്കൊണ്ട് എത്രായിരം സ്വതക്ക കൊടുത്തിട്ടെന്ത് കാര്യം? ഒരു കർമ്മത്തിനും വിലയുണ്ടാവില്ല. കാരണം ലോകത്ത് വന്ന മുഴുവൻ അമ്പിയാക്കളോടും അള്ളാഹുവിൻ്റെ റസൂലടക്കമുള്ളവരോട് അള്ളാഹു പറഞ്ഞൊരു കാര്യമാണ്, ഓ നബിയേ, മുൻഗാമികളായ നബിമാർക്കൊക്കെ വഹി കൊടുത്ത കാര്യം തന്നെ താങ്കൾക്കും നാം വഹിയായിട്ട് നൽകിയിട്ടുണ്ട്. നീ എങ്ങാരും ശിർക്ക് ചെയ്തു പോയാൽ നിന്റെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, പരാജിതരുടെ കൂട്ടത്തിൽ നീ ആയിത്തീരുക തന്നെ ചെയ്യും. ഒരു വിലയും പരലോകത്തുണ്ടാവില്ല. ഈ സംസാരിക്കുന്ന ഞാനും ഇരിക്കുന്ന ഓരോരുത്തരും ആലോചിക്കുക. ജീവിതത്തിൽ ഈ ഒരു വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ട് നമ്മൾ നിസ്കരിച്ചിട്ട് കാര്യമില്ല, നോമ്പ് നോറ്റിട്ട് കാര്യമില്ല, ഒരു കർമ്മത്തിനും അവിടെ വിലയില്ല. അള്ളാഹുവിന് മാത്രമുള്ള ഗുണവിശേഷണങ്ങൾ ഒരു സൃഷ്ടിക്കും നമ്മൾ വകവെച്ചു കൊടുക്കാൻ പാടില്ല. അത് മനുഷ്യരാവട്ടെ, മലക്കുകളാവട്ടെ, ജിന്നുകളാവട്ടെ, കല്ലുകളാവട്ടെ, മരങ്ങളാവട്ടെ, ഏതാവട്ടെ, ഒന്നിനും അതുണ്ടെന്ന് വകവെച്ചു കൊടുക്കാൻ പാടില്ല. സമ്പൂർണമായും ഏകനായ അള്ളാഹുവിലേക്ക് മാത്രം ഇബാദത്തിൻ്റെ മുഴുവൻ വശങ്ങളും തിരിച്ചു വിടുക. ഇതാണ് നമ്മൾ പരലോകത്തേക്ക് വേണ്ടി ഒരുക്കേണ്ടുന്ന ഒന്നാമത്തെ ഒരുക്കം. ഇതിൽ ഫാൾട്ട് പറ്റിയാൽ അവിടെ എല്ലാം നശിക്കും. നിങ്ങൾ നോക്കൂ, നമ്മുടെ സമൂഹം എവിടേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ ഇപ്പോൾ ആവശ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് ലോകം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ ആരാണെന്ന് അറേബ്യയിലെ മുശ്രിക്കുകളോട് ചോദിച്ചാൽ പോലും വമയ്യുദബ്ബിറുൽ അംറ, കാര്യങ്ങൾ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്, ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന മുദബ്ബിർ ആരാണ് എന്ന ചോദ്യത്തിന് അന്നത്തെ അറേബ്യൻ മുശ്രിക്കുകൾ പോലും പറഞ്ഞത് അല്ലാഹ് എന്ന മറുപടിയാണെങ്കിൽ, ഓ സഹോദരന്മാരെ, ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിലതാ പല ആളുകളും വിശ്വസിക്കുന്നത് കോഴിക്കോട്ടുകാരനായ ഒരു വ്യക്തിയാണ് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് പോലും. മുദബ്ബിറുൽ ആലം, ലോകത്തിൻ്റെ മൊത്തം കൺട്രോൾ നടത്തുന്നത് കോഴിക്കോട്ട് ജനിച്ച് കോഴിക്കോട്ടുകാരനായി അവിടെ മരിച്ച ഒരു വ്യക്തിയാണത്രേ. സ്വന്തം ശരീരത്തിൻ്റെ ഷുഗർ രോഗം പോലും കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത, തൻ്റെ കാലിൽ വ്രണം വന്നിട്ട് അത് പഴുത്ത് നീരൊലിച്ചിട്ട് തുണിക്കഷ്ണം വെച്ച് കെട്ടിയിട്ട് വേദന സഹിക്കാതെ തൻ്റെ രോഗത്തെപ്പോലും തൻ്റെ ശരീരത്തെപ്പോലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത ആ പാവം മനുഷ്യനെ പിടിച്ചിട്ട് ലോകം മുഴുവൻ, ഈ ലോകം മുഴുവൻ അയാളാണത്രേ ഇപ്പോഴും കൺട്രോൾ ചെയ്യുന്നത്. അയാളിങ്ങനെ ഈ ലോകത്ത് ഉറങ്ങാതെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണത്രേ ഇവിടെ ഫ്ലൈറ്റുകളൊന്നും കൂട്ടിമുട്ടി തകരാത്തത്, തീവണ്ടികൾ കൂട്ടിയിടിച്ചുകൊണ്ട് നശിക്കാത്തത്, ബസ്സുകൾക്ക് അപകടം സംഭവിക്കാത്തത്, ഇവിടെ സൂര്യചന്ദ്ര നക്ഷത്രാദി ഗോളങ്ങളൊന്നും തകരാതെ കൂട്ടിമുട്ടാതെ മുന്നോട്ട് പോകുന്നത് ആ മനുഷ്യൻ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് കൊണ്ടാണെന്ന് വിശ്വസിക്കുവാൻ നമ്മുടെ നാട്ടിൽ ആളുണ്ടായി പോയെങ്കിൽ, പ്രിയമുള്ളവരെ, എത്രത്തോളം എൻ്റെയും നിങ്ങളുടെയും കടമകൾ കൂടുന്നുണ്ട്. ഈ മനുഷ്യരെ നമുക്ക് രക്ഷപ്പെടുത്തണ്ടേ, അവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കണ്ടേ. ഓ മനുഷ്യരെ, ലോകത്തെ സൃഷ്ടിച്ചവനായ റഹ്മാനായ റബ്ബ് അവൻ മാത്രമാണ് ലോകത്തിൻ്റെ മുദബ്ബിറുൽ ആലം എന്ന് പറയാൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. സ്വന്തം ശരീരത്തിൻ്റെ ഒരവയവത്തെപ്പോലും നിയന്ത്രിക്കാൻ മനുഷ്യരായ നമുക്ക് സാധ്യമല്ല. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരുപക്ഷെ ആദ്യമൊക്കെ കേൾക്കുന്ന ചില പ്രവാസികൾക്ക് പുതുമ തോന്നുന്നുണ്ടാവും, ഇങ്ങനെയൊക്കെ ആളുകൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട് എന്ന്.
ഇതൊക്കെ ഇന്നത്തെ സോഷ്യൽ മീഡിയ യുഗത്തിൽ ജീവിക്കുന്ന ആളുകളോട് ഞാനിതൊക്കെ ക്ലിപ്പുകളിട്ട് കാണിക്കാറുണ്ട് നാട്ടിൽ. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് സമയമല്ല. നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുന്നവരാണ്. ഞാനീ പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും കൃത്യമായ അവരുടെ സംസാരങ്ങൾ, എഴുത്തുകൾ, പ്രചരണങ്ങൾ നിങ്ങൾക്കിന്ന് സോഷ്യൽ മീഡിയകളിൽ സുലഭമാണ്. അതിൻ്റേതായ കൃത്യമായ ക്ലിപ്പുകൾ നിങ്ങൾക്ക് സുലഭമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് സഹോദരങ്ങളെ, ഇത്ര പിഴച്ചൊരു വിശ്വാസം വെച്ചു പുലർത്തുന്ന ഒരു സമൂഹം, അവർ വിശ്വസിക്കുന്നത് പരലോകത്തെത്തിയാൽ ഞങ്ങളാണ് രക്ഷപ്പെടുക. ഞങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ വിശ്വാസം തെറ്റാണെന്ന് പറയുന്നവരൊക്കെ നരകത്തിലും ഈ വിശ്വാസം പ്രചരിപ്പിക്കുന്ന ഞങ്ങളാവട്ടെ സ്വർഗത്തിലുമായിരിക്കുമെന്നാണ് ആ സാധുക്കൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് കടമയില്ലേ അവരെ തിരുത്തണ്ടേ? ഓ പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾ എന്ത് പൊട്ടത്തരമാണ് ഈ വിശ്വസിക്കുന്നത്? ലോകത്ത് മഹാന്മാരായ പ്രവാചകന്മാർക്ക് പോലും മുദബ്ബിറുൽ ആലം, ലോകം മുഴുവൻ നിയന്ത്രിക്കുക എന്ന സ്ഥാനം അവർക്കില്ല. അവരൊക്കെ പഠിപ്പിച്ചത് നേരെ അതിനൊക്കെ വിരുദ്ധമായ യഥാർത്ഥമായ തൗഹീദിൻ്റെ ശബ്ദമല്ലേ അവരിൽ നിന്ന് നമ്മളൊക്കെ പ്രമാണങ്ങളിലൂടെ കേട്ടത്. ഇന്ന് മനസ്സിലാക്കാത്ത, ലോകത്ത് എന്ത് നടന്നാലും എനിക്കതിലൊന്നും ഒരു താല്പര്യമല്ല. എൻ്റെ വീട്, എൻ്റെ കുടുംബം, എൻ്റെ ഡ്യൂട്ടി, എൻ്റെ ജോലി, അതിലപ്പുറം എനിക്ക് ഈ തർക്കങ്ങളിലൊന്നും വലിയ താല്പര്യമില്ല. അത് ചില മൗലവിമാർ, ചില മുസ്ലിയാക്കന്മാർ പരസ്പരം സ്റ്റേജ് വെച്ച് കെട്ടിയിട്ട് മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഇക്കാലത്ത് പോലും ഒരു കൂട്ടർ അവർക്കെതിരെ ആയത്തോതി, മറ്റേ കൂട്ടർ ഇവർക്കെതിരെ ആയത്തോതി, ഇവരിതിങ്ങനെ പരസ്പരം ഒരു ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു തരം ജീവികളാണ് എന്നുള്ള തെറ്റിദ്ധാരണയിലാണോ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആരെങ്കിലുമെങ്കിൽ സഹോദര, മരണനേരത്ത് വിരൽ കടിക്കേണ്ടി വരും. ഇത് നമ്മുടെ അഖീദയുടെ വിഷയമാണ്. ഇത് ചില്ലറ കാര്യമല്ല, ഇതൊരു കുടുംബ പ്രശ്നമല്ല, ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാര്യമാണ്. ഇത്തരം വിശ്വാസക്കാർ നമ്മുടെ വീടുകളിലുണ്ട്, അയൽ വീട്ടുകളിലുണ്ട്, കുടുംബങ്ങളിലുണ്ട്, ബന്ധുക്കളിലുണ്ട്. സി എം മടവൂരെന്ന് പറയുന്ന കോഴിക്കോട്ടുകാരനാണ് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്ന്, അല്ലെങ്കിൽ അതേപോലെയുള്ള ആളുകളാണ് എവിടെ വെച്ച് വിളിച്ചാലും വിളിപ്പുറത്ത് ഓടിയെത്താൻ കഴിവുള്ളവരെന്ന് വിശ്വസിക്കുന്ന മുസ്ലിം പേരുള്ള ആളുകളുണ്ടാകുമ്പോൾ അവരെ തിരുത്തേണ്ട ബാധ്യത ആണുങ്ങൾക്കില്ലേ, പെണ്ണുങ്ങൾക്കില്ലേ? ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ കറയറ്റ വിശ്വാസവുമായി കൊണ്ട് മരിച്ചു പോകാൻ പറ്റിയാലേ ഖബറിൽ രക്ഷപ്പെടാൻ പറ്റൂ, പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. അതാണ് ഒന്നാമത്തെ വശം. ഇനി എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ വശമാണ്. അതെന്താണ്? ശിർക്ക് കലരാത്ത വിശ്വാസത്തോടൊപ്പം പരലോകത്തേക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഏത് സൽക്കർമ്മങ്ങളാവട്ടെ അതിനൊക്കെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നമ്മുടെ ആത്മീയ നേതാവിൻ്റെ കയ്യൊപ്പുള്ള പ്രവർത്തനങ്ങളല്ലാതെ ചെയ്താൽ പരലോക കോടതിയിൽ അവന് യാതൊരു വിലയും ഉണ്ടാവില്ല. മുത്തു മുസ്തഫയുടെ കയ്യൊപ്പുള്ള അമലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാന്റെ റസൂല് നമ്മോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന എല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നരകത്തിലേക്ക് നിങ്ങൾ വീഴാൻ സാധ്യതയുള്ള എല്ലാത്തിൽ നിന്നും ഞാൻ നിങ്ങളെ വിരോധിച്ചിട്ടുമുണ്ട്. അപ്പം നമ്മൾ പരലോകത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു നിസ്കാരം നിസ്കരിക്കുകയാണെങ്കിൽ, ഒരു നോമ്പെടുക്കുകയാണെങ്കിൽ, ഒരു ദിക്ർ ചൊല്ലുകയാണെങ്കിൽ, ഒരു സ്വലാത്ത് ചൊല്ലുന്നുവെങ്കിൽ, ഒരു ഉംറ ചെയ്യുന്നുവെങ്കിൽ, ഒരു ധർമ്മം കൊടുക്കുന്നുവെങ്കിൽ, ഏതൊരു സൽക്കർമ്മം നമ്മൾ ചെയ്യുന്നുവോ അതിനൊക്കെ പ്രവാചകൻ്റെ മാതൃകയുള്ളത് ചെയ്താലേ രക്ഷയുള്ളൂ. അതല്ലാതെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനപ്പുറം എനിക്ക് തോന്നുകയാണ് ചില കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് കൂടുതൽ ചെയ്യണം, എന്തിനാണ്? പരലോകത്ത് കൂലി കിട്ടാനാണ് എന്ന് വിചാരിച്ച് നല്ലതല്ലേ എന്ന ന്യായവും പറഞ്ഞിട്ട് ഞാനെന്തെങ്കിലും എൻ്റേതായ സ്വന്തം വക ചെയ്താൽ പരലോക കോടതിയിൽ അതിന് വിലയില്ല. ഇത് നമ്മൾ ജീവനേക്കാൾ സ്നേഹിക്കുന്ന മുത്തു മുസ്തഫ പറഞ്ഞതാണ്. മൻ അമില അമല, ആരെങ്കിലും ഒരു പ്രവൃത്തി പ്രവർത്തിച്ചാൽ, എങ്ങനെയുള്ള പ്രവൃത്തി ശരിക്ക് ശ്രദ്ധിക്കണം. ലൈസ അലൈഹി അംറുന, ആ പ്രവൃത്തി ചെയ്യാൻ നമ്മൾ ഓർഡർ ഇട്ടിട്ടില്ല. അള്ളാന്റെ റസൂല് പറയാണ്, ആരെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ ഏത് നിലക്ക്? ലൈസ അലൈഹി അംറുന,
അത് ചെയ്യാൻ നാം ഓർഡർ ഇട്ടിട്ടില്ല. അങ്ങനത്തെ എൻ്റെ ഓർഡറില്ലാത്ത ഒരു പ്രവൃത്തി ആരെങ്കിലും ചെയ്താൽ ഫഹുവ റദ്ദുൻ, ആ പ്രവൃത്തി തള്ളപ്പെടും. മറ്റൊരു ഹദീസുകൾക്ക് മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ആരെങ്കിലും നമ്മുടെ ഈ മതത്തിൻ്റെ കാര്യത്തിൽ അതിലില്ലാത്തത് പുറത്തുനിന്ന് കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, അതും തള്ളപ്പെടും. ഇത് നബി തങ്ങൾ പറയുമ്പോൾ അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത നിസ്കാരം, അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത നോമ്പുകൾ പരലോകത്ത് കൂലി കിട്ടണം എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? റബ്ബ് പഠിപ്പിച്ചയിടത്ത് ഒതുങ്ങി നിൽത്താലേ അവിടെ രക്ഷപ്പെടൂ. ഒരു ഉദാഹരണം, നമ്മളൊക്കെ സുബഹി നിസ്കരിക്കുന്നത് മറ്റ് നിസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചുരുങ്ങിയ റക്അത്തുകളാണ്. സുബഹിക്ക് ഞാനും നിങ്ങളും നിസ്കരിക്കുന്നത് 2 റക്അത്ത് മാത്രമാണ് ഫർള്. എന്നാൽ ഒരു ദിവസം എനിക്ക് തോന്നുകയാണ് ഇന്നെനിക്ക് നല്ല ഉന്മേഷമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് 4 നിസ്കരിക്കുന്നത്. എന്തേ? എനിക്കിന്ന് നല്ല താല്പര്യമുണ്ട്, ഒരു 4 സുജൂദ് അധികം ചെയ്യാലോ, ഒരു 2 റുക്കൂഴ് അധികം ചെയ്യാലോ, ഒരു 2 ഫാത്തിഹ അധികം ചൊല്ലാലോ. അങ്ങനെയൊക്കെയാണ് എൻ്റെ സതുദ്ദേശം. അതുകൊണ്ട് ഞാനിന്ന് 4 റക്അത്ത് സുബഹി നിസ്കരിക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഒരുത്തൻ സുബഹി എങ്ങാനും 4 റക്അത്ത് നിസ്കരിച്ചാൽ ചിന്തിക്ക മുസ്ലിമേ, അവൻ്റെ ആ നിസ്കാരം കൊണ്ട് സ്വർഗത്തിലേക്ക് പോകുമോ അതോ നരകത്തിൽ വീഴുമോ? മനസ്സറിഞ്ഞ് പറഞ്ഞോളി, അവൻ നരകത്തിലേക്ക് വീഴും. അപ്പോൾ അടുത്ത ചോദ്യം, നമ്മളെ നാട്ടിൽ സാധാരണ ആൾക്കാർ ചോദിക്കേണ്ട ചോദ്യം പിന്നെ എന്താ വരിക? അയാൾ കള്ളുടിച്ചതൊന്നുമല്ലല്ലോ, അയാൾ വ്യഭിചരിച്ചതൊന്നുമല്ലല്ലോ, അയാൾ പലിശ വാങ്ങിയതൊന്നുമല്ലല്ലോ. ഒരു 2 റക്അത്ത് നിസ്കരിച്ച നരകത്തിലേക്കാണ് പോകല? ഒരു 2 ഫാത്തിഹ അയാൾ ഓതിയതല്ലേ? ഒരക്ഷരത്തിന് 10 കൂലിയുള്ള ഖുർആനല്ല അയാൾ ഓതിയത്. അള്ളാഹിനോട് ഏറ്റവും അടുക്കുന്ന സമയം സുജൂദല്ലേ? 2 സുജൂദ് 4 സുജൂദല്ലേ അയാൾക്ക് കിട്ടിയത്? എന്തിനാ മൗലവിമാരെ നിങ്ങൾ ഈ നന്മ മുടക്കുന്നത്? നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യണ്ട, ചെയ്യുന്നവരുടെ നന്മ മുടക്കികളാവാൻ നിങ്ങൾ എന്തിനാണ് വെറുതെ കുഴപ്പമുണ്ടാക്കുന്നത്? അതുകൊണ്ട് ചെയ്യുന്നവര് ചെയ്തോട്ടെ, നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ വഴിമാറി കൊടുത്തുകൂടെ എന്ന് ന്യായം പറയുന്ന കമ്പനികളോട് ചോദിക്കട്ടെ. സുബഹി നിസ്കാരം ഒരുത്തൻ 4 റക്അത്ത് നിസ്കരിച്ചാൽ ഈ ന്യായം നിങ്ങൾ പറയുമോ? പറയില്ലെങ്കിൽ എന്താണ് കാരണം? അതേ മാനദണ്ഡം വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. 4 റക്അത്ത് നിസ്കരിച്ചത് ഹറാമായി മാറുന്നത്, അത് നരകത്തിലേക്കുള്ള നിസ്കാരമായി മാറുന്നത് എന്തുകൊണ്ടാണെന്നോ? മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നമ്മുടെ നേതാവിൻ്റെ അംഗീകാരമില്ലാത്ത 2 റക്അത്ത് നമ്മുടെ വകയായിട്ട് നല്ലതല്ലേ, പുണ്യമല്ലേ, നിസ്കാരമല്ലേ, ഖുർആനല്ലേ, ദിക്റല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് കൂട്ടിച്ചേർത്തപ്പോൾ മുത്ത് മുസ്തഫ പഠിപ്പിച്ചയിടത്ത് നിൽക്കാൻ എനിക്ക് മനസ്സില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് അവിടെ തകരാറ്. ഇനി നിങ്ങൾ ഈ മാസത്തിലേക്ക് വാ. ഇപ്പം ഞാനും നിങ്ങളും വിശുദ്ധ റമദാനിലേക്ക് ഒരു വിളിപ്പാടകലെയുള്ള ശഅബാനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്നിപ്പോൾ ശഅബാൻ ഇന്ന് 13ആയി, നാളെ 14ആണ്. അതേ 14ൻ്റെ അന്ന് മഗ്രിബിൻ്റെ ശേഷം ആളുകളതാ ബറാത്തിൻ്റെ രാവ് എന്ന നിലക്കൊരു രാവ് ആഘോഷിക്കുന്നു. ഇശാ മഗ്രിബിൻ്റെ ഇടയ്ക്ക് അവരെന്തു ചെയ്യുന്നു? കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടി 3 യാസീൻ ഓതുന്നു. ഒന്ന് ആയുസ് നീട്ടിക്കിട്ടാനാണ്, മറ്റൊന്ന് കുടുംബത്തിലെ റിസ്ക് വിശാലമാകാനാണ്, മറ്റൊന്ന് നല്ല മരണത്തിന് വേണ്ടിയാണ്. 3 യാസീൻ ഓതുന്നു. കുടുംബത്തിൽ 4 മെമ്പർമാരുണ്ടെങ്കിൽ 12 യാസീൻ ഓതുന്നു. ഇശാ മഗ്രിബിൻ്റെ ഇടയ്ക്ക് സൂറത്തു ദുഖാൻ പാരായണം ചെയ്യുന്നു. ശഅബാൻ 15ൻ്റെ പകലതാ ബറാത്ത് നോമ്പ് എന്ന പേരിൽ ഒരു നോമ്പ് നോൽക്കുന്നു. അതേ നമ്മൾ പറയുന്നു ആ സമൂഹത്തോട്, ഓ ജനങ്ങളെ, ശഅബാൻ മാസം എന്ന് പറയുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് കൽപ്പിച്ച ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തിനപ്പുറം നിങ്ങളുടെ വകവൊന്നും പറഞ്ഞുണ്ടാക്കല്ലേ. ശഅബാനിന് മുത്ത് മുസ്തഫ കണ്ട മഹത്വം എന്താണ്? റമദാനിൻ്റെ തൊട്ട് മുമ്പ് വരുന്ന ആ മാസം അവിടുന്ന് മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ നോമ്പെടുക്കാൻ ശ്രദ്ധിച്ചിരുന്നു. അതാണ് ശഅബാനിൻ്റെ മഹത്വം. ആ മാസം നമ്മുടെ അമലുകൾ അല്ലാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്.
ആളുകൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത മാസവുമാണ്. അതുകൊണ്ട് ശഅബാനിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം നോമ്പുകൾ അധികരിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ മാസങ്ങളിലും നോമ്പ് സുന്നത്തായ തിങ്കൾ നോമ്പ്, വ്യാഴം നോമ്പ്, അതുപോലെ അറബി മാസം 13, 14, 15 അത് ശഅബാനിലും സുന്നത്താണ്. ശഅബാനിൽ നമുക്ക് 13 നോമ്പെടുക്കൽ സുന്നത്തുണ്ട്, 14 നോമ്പെടുക്കൽ സുന്നത്തുണ്ട്, 15 നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. ആ നിലക്ക് ഒരാൾക്ക് ശഅബാൻ 15 പകൽ നോമ്പെടുക്കാം, പുണ്യം കിട്ടുന്ന കാര്യമാണ്. അതേ അവസരത്തിൽ നമ്മൾ എന്താണ് പറയുന്നത്? 13 ഒരാൾ നോമ്പെടുക്കുന്നില്ല, 14 അയാൾ നോമ്പെടുക്കാറ് പതിവില്ല. പക്ഷേ ശഅബാനിലെ 15 മാത്രം അയാൾ നോമ്പെടുക്കുന്നു. എന്നിട്ട് അയാൾ അവകാശപ്പെടുന്നു, ഈ ദിവസം ബറാത്ത് നോമ്പ് എന്ന പേരിൽ ഒരു പ്രത്യേക നോമ്പുണ്ട് എന്ന് പറഞ്ഞാൽ ആ നോമ്പ് ഇസ്ലാമികമല്ല. അപ്പൊ പറയും നമ്മെക്കുറിച്ച്, കണ്ടോ നന്മ മുടക്കികളായ കുറെ മൗലവിമാർ ഇറങ്ങിയിട്ടുണ്ട്, അവരോ നോമ്പെടുക്കുന്നില്ല. ബറാത്ത് നോമ്പ് എന്ന പേരിൽ ആളുകൾ നോമ്പെടുത്തോട്ട മൗലവിമാരെ, നിങ്ങൾക്കെന്താ ഛേദം? അതിനാണ് ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ ഒരു ഉദാഹരണം ചോദിച്ചത്. സുബഹി നിസ്കാരം 4 റക്അത്ത് നിസ്കരിക്കുന്നവനോട് നിങ്ങളെന്തേ ഈ ന്യായം പറയാത്തു? അതേ മാനദണ്ഡമാണ് നമുക്ക് പറയാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബറാത്ത് നോമ്പ് എന്ന പേരിൽ ഒരു നോമ്പ് നോറ്റിട്ടില്ല, മിഅ്റാജ് നോമ്പ് എന്ന പേരിൽ ഒരു നോമ്പ് നോറ്റിട്ടില്ല. അതേ അവസരത്തിൽ ഇല്ലാത്ത നോമ്പിനോട് ജനങ്ങൾക്ക് എന്തൊരാവേശമാണ്. ഉള്ള തിങ്കൾ നോമ്പ് നോൽക്കൂല, വ്യാഴം നോമ്പ് നോൽക്കൂല, 13 ഇല്ല, 14 ഇല്ല, 15 ഇല്ല. ഇല്ലാത്ത നോമ്പിനോട് വലിയ പിരിശം. ഇതെവിടെ നിന്ന് വന്ന ചിന്താഗതിയാണ്? ഇതുകൊണ്ടാണ് പറയുന്നത്, ഇത് നന്മ മുടക്കലല്ല, മറിച്ച് ചെയ്യുന്നത് നന്മയാകാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. ഇത് ഉൾക്കൊള്ളാനുള്ള ഒരു സന്മനസ്സാണ് എതിർപക്ഷത്ത് നിൽക്കുന്ന സഹോദരങ്ങൾ കാണിക്കേണ്ടതെന്നാണ് വളരെ വിനയത്തോടെ നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്ക്, അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്തതിൻ്റെ പേരിൽ ഒരു കാര്യം നമ്മൾ മുടക്കുമ്പോൾ അതിന് നന്മ മുടക്കി എന്ന പേരാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ സന്തോഷത്തോടെ നമ്മൾ ആ പേര് സ്വീകരിക്കുകയാണ്. കാരണം എന്താ? സാധുക്കളായ നമ്മൾ മാത്രമല്ല അപ്പം ഈ നന്മ മുടക്കികളുടെ ലിസ്റ്റിൽ വരിക. നമ്മുടെ മുൻഗാമികളായ വലിയ കുറേ മഹാന്മാരുണ്ട്, വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്, വലിയ മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട്. സഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ ലോകപ്രസിദ്ധ പണ്ഡിതനാണ്. അദ്ദേഹം ഒരു കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? റജബ് മാസത്തിന് പ്രത്യേകം പോരിശയുണ്ട് എന്ന നിലക്ക് റജബ് മാസത്തിലെ ചില പ്രത്യേക ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും നോമ്പെടുക്കുകയും ഒക്കെ ചെയ്യുന്നവരെ ആക്ഷേപിച്ചുകൊണ്ട് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ല ഒരു കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്. ഇപ്പറയുന്ന ആളുകൾ നന്മ മുടക്കി എന്ന പേര് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലയുടെ പേരിൽ ചാർത്തി പറയുമോ? നമുക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ്. തീർന്നില്ല. ശഅബാൻ 15 ബറാത്ത് നോമ്പ് എന്ന പേരിൽ ഒരു പ്രത്യേക നോമ്പ് അനുഷ്ഠിക്കുന്നത് തനിച്ച അനാചാരമാണ്, അത് പാടില്ലാത്തതാണ് എന്ന് ഇബ്നു ഹജറുൽ ഹൈത്തമി എന്ന് പറയുന്ന ഷാഫി മദ്ഹബിലെ പണ്ഡിതൻ ഫത്വ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് നന്മ മുടക്കി എന്ന് പറയുമോ? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മിൻഹാജുത് ത്വാലിബീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ മഹാനവറുകൾ ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഈ കിതാബിൽ ഉളൂഇൻ്റെ അധ്യായത്തിൽ ഉളൂ എടുക്കുന്ന സമയത്ത് ഓരോ അവയവങ്ങളും കഴുകുന്ന വേളയിൽ ചിലരൊക്കെ ചില ദുആകൾ ചൊല്ലി വരുന്നുണ്ട്. അത് ഞാൻ എൻ്റെ വായനക്കാർക്ക് പരിചയപ്പെടുത്തുന്നില്ല. എൻ്റെ കിതാബിൽ നിന്ന് ഓരോ അവയവങ്ങൾ കഴുകുന്ന വേളയിൽ ചൊല്ലി വരാറുള്ള പ്രാർത്ഥന ഹദഫ്തു, ഞാൻ വെട്ടി മാറ്റിയിരിക്കുന്നു, ഞാനത് ഒഴിവാക്കിയിരിക്കുന്നു. എന്താ കാരണം? ഇത് കാരണം ലാ അസ്ല ലഹു, അതിനെൻ്റെ നേതാവിൻ്റെ സുന്നത്തിൽ ഒരു അസ്ലും ഞാൻ കണ്ടിട്ടില്ല, ഒരടിസ്ഥാനവുമില്ല. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഉളു എടുക്കുമ്പോൾ നമുക്കാകെ എന്തേ സുന്നത്തുള്ളൂ? ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞു ഉളു തുടങ്ങുക. പിന്നെ നമുക്ക് ഉളു എടുത്ത് പിന്നെ ഉളു തീരുവോളം പിന്നെ ഒരു ദിക്റും പറയൽ സുന്നത്തില്ല. പിന്നെ ഉളു കഴിഞ്ഞാലാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തുടങ്ങുന്ന ദുആയുള്ളത്. അതല്ലാതെ ഉളൂഇൻ്റെ തുടക്കത്ത് കഴിഞ്ഞ് ഇടയ്ക്ക് നമുക്കൊരു ദുആയും പറയല്ല.
എന്നാൽ ചില ആളുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊക്കെ പറഞ്ഞ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ എന്നൊരു ദിക്ർ ചൊല്ലും. പിന്നെ കൈ കഴുകുമ്പോൾ ഒരു ദിക്ർ ചൊല്ലും. അല്ലാ, നാളെ എൻ്റെ കൈ വലത്തെ കയ്യിൽ മഹ്ശറിൽ നിന്ന് കിതാബ് തരണേ. ഇടത്തെ കൈ കഴുകുമ്പോൾ ഒരു ദുആ ചൊല്ലും, ഇടത്തെ കയ്യിൽ കിതാബ് തരല്ലേ. മുഖം കഴുകുമ്പോൾ പ്രാർത്ഥിക്കും, അല്ലാ, നാളെ മഹ്ശറിൽ എൻ്റെ മുഖത്തെ വെളുപ്പിക്കണേ, എൻ്റെ മുഖത്തെ കറുപ്പിക്കല്ലേ. ഇങ്ങനെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും കാല് കഴുകുമ്പോൾ പറയും, അല്ലാ, എൻ്റെ കാല് മഹ്ശറിൽ സിറാത്തിൽ ഉറപ്പിച്ച് നിർത്തണേ. ഇങ്ങനെ നല്ല അർത്ഥവത്തായ കുറേ ദുആകൾ ഉളൂവിൻ്റെ ഇടയ്ക്ക് ചൊല്ലുന്ന ചില, അങ്ങനെ ചൊല്ലൽ നല്ലതാണെന്ന് എഴുതി വെച്ച പല കിതാബുകളുമുണ്ട്. പക്ഷേ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ആ ദുആയൊന്നും എൻ്റെ കിതാബിൽ ഞാൻ പഠിപ്പിക്കൂല. കാരണം അതിനൊന്നും ഒരടിസ്ഥാനമല്ല. അതുകൊണ്ട് അങ്ങനെ അവയവങ്ങൾ കഴുകുമ്പോൾ ഒരു പ്രത്യേകമായ ദിക്റുണ്ട് എന്ന നിലക്ക് ചെയ്യുന്നത് തെറ്റാണ്, അത് ബിദ്അത്താണ് എന്ന നിലക്ക് സംസാരിക്കുമ്പോൾ ആ ഇമാം നവവിയെക്കുറിച്ച് ഇത്തരത്തിലുള്ള ആളുകൾക്ക് പറഞ്ഞൂടെ? എന്തിനാ നവവി ഇമാമെ നിങ്ങൾ, ആൾക്കാർ ചൊല്ലണോർ ചൊല്ലിക്കോട്ടെ, നല്ല അർത്ഥമുള്ള ദുആയല്ലേ, എന്തിനാ ഈ നന്മ മുടക്കണ്, എന്തിനാ നിങ്ങൾ ഈ നന്മ മുടക്കണ് എന്ന് ഇമാം നവവിയെ ആക്ഷേപിക്കുമോ? ബാങ്ക് വിളിക്കുന്നതിൻ്റെ മുമ്പ് സ്വലാത്ത് ചെല്ലുന്നവർ ഏർപ്പാട് ചിലയിടങ്ങളിലുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാരോട് അതിനെക്കുറിച്ച് ഫത്വ ചോദിച്ചു. ആ പണ്ഡിതന്മാർ അക്കാലത്ത് പറഞ്ഞു, ബാങ്കിൻ്റെ മുമ്പ് സ്വലാത്ത് ചെല്ലുന്നത് ബിദ്അത്താണ്. അപ്പോൾ ഈ ആളുകൾക്ക് ചോദിച്ചുകൂടെ, സ്വലാത്തല്ലേ, 1-ന് 10 കൂലി കിട്ടുന്ന സ്വലാത്ത് എന്തിനാ മൗലവിമാരെ മുടക്കുന്നത്? അപ്പം നന്മ മുടക്കി ആരാ? ഇബ്നു ഹജർ. നന്മ മുടക്കി ആരാ? ഇമാം നവവി. നന്മ മുടക്കി ആരാണ്? ഇബ്നു ഹജർ അൽ അസ്കലാനി. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് എടുത്ത് കാണിക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇല്ലാത്ത നോമ്പ്, ഇല്ലാത്ത നിസ്കാരം, ഇല്ലാത്ത പുണ്യം സങ്കല്പിച്ചുകൊണ്ട് നമ്മുടെ വകയായിട്ട് പലരും ചൊല്ലി വരുന്നു. ഇപ്പം സ്വലാത്തുൽ ഫാത്തിഹ് എന്ന് പറഞ്ഞിട്ടൊരു സ്വലാത്ത് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ അതിന് പ്രചാരമുണ്ട്. ആ സ്വലാത്തിൻ്റെ പേരെന്താണ്? സ്വലാത്തുൽ ഫാത്തിഹ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ നിങ്ങൾക്ക്? ആ സ്വലാത്തുൽ ഫാത്തിഹ് ഒരു തവണ ചൊല്ലിയാൽ, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അവകാശപ്പെടുകയാണ്, ആ സ്വലാത്ത് ഒരു തവണ ചൊല്ലിയാൽ 6000 വട്ടം ഖുർആൻ മുഴുവൻ ഖത്തമോദിയ കൂലിയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 6000 വട്ടം ഖുർആൻ ഫുള്ള് ഖത്തം തീർത്ത കൂലി ഒരു തവണ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടും എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കുമോ? ഇങ്ങനെ നൂറുകണക്കിന് ഉദാഹരണങ്ങളുണ്ട് സുഹൃത്തുക്കളെ. ഇതാണ് നമ്മൾ പറയുന്നത്, കർമ്മങ്ങൾ നമ്മൾ അങ്ങോട്ട് ചെയ്തു വിട്ടിട്ട് കാര്യമില്ല. ചെയ്യുന്ന കർമ്മത്തിന് പ്രവാചക മാതൃക വേണം. അല്ലാത്തതും കൊണ്ട് മഹ്ശറിലെത്തിയാൽ പോടാ, നിന്റെ നിസ്കാരം, നിന്റെ നോമ്പ്, നിന്റെ സ്വലാത്ത്, നിന്റെ ദിക്ർ, ഇവിടെ അതിന് സ്ഥാനമില്ല, അതൊന്നും നാളെ മഹ്ശറിൽ കാണൂല. അപ്പം മഹ്ശറിൽ എടുക്കുന്ന പ്രവർത്തനം കൊണ്ട് ചെന്നാലേ അവിടെ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം വിശ്വാസം നന്നാവണം. ആ വിശ്വാസത്തെ നന്നാക്കി അതിന്മേൽ അടിത്തറ പാകിയ സൽക്കർമ്മങ്ങളുടെ ഏറ്റവും വലിയ മുന്നൊരുക്കങ്ങളുമായിക്കൊണ്ട് കഫൻ പുടവയിൽ പൊതിയപ്പെട്ട് ഖബറിലെത്തി മഹ്ശറിൽ അല്ലാഹനെ കണ്ടുമുട്ടാൻ സാധിച്ചാൽ മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ രക്ഷപ്പെടാനാവില്ല. ഇതാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ഇന്ന് സൂചിപ്പിക്കുവാനുള്ളത്. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പറയണം. ഇന്ന് എവിടെ നിന്ന് നിർത്തിയോ അതിൻ്റെ മറ്റു തലങ്ങൾ, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ വീടകങ്ങൾ, നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ, വീടുകളിൽ സമാധാനമില്ലായ്മ, പലയിടത്തും പല പ്രശ്നങ്ങൾ, അമ്മായിമ്മ പോരുകൾ, നാത്തൂൻ പോരുകൾ, മക്കളെ തമ്മിലുള്ള പ്രശ്നങ്ങൾ, നൂറുകൂട്ടം പ്രശ്നങ്ങൾ ഇന്ന് നമ്മൾ ലൈവായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. എങ്ങനെ ഒരു സംതൃപ്ത കുടുംബം സാധ്യമാകാം എന്ന വിഷയത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച മാർഗങ്ങളുമായി നമുക്ക് നാളെ ഒരുമിച്ച് കൂടിയിരിക്കണം. റഹ്മാനായ റബ്ബ് പറയുന്നതും നിങ്ങൾ കേട്ടിരിക്കുന്നതുമൊക്കെ ഒരു സാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അബദ്ധങ്ങളും അപാകതകളും അള്ളാഹു പൊറുത്തു തരുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും റഹ്മാനായ റബ്ബ് നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ശാരീരികമായും മാനസികമായുമൊക്കെ ഒരുപാട് കാരണങ്ങളാൽ മനസ്സ് വേദനിച്ചുകൊണ്ട് കഴിച്ചുകൂടുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും അള്ളാഹു മോചനം നൽകുമാറാകട്ടെ. റബ്ബന
آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.